You at any given point of time have the power to say, "This is not how my story will end." ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെ തീരേണ്ടതല്ല എന്ന് പറയാനുള്ള കഴിവാണ്, ഇല്ലെങ്കിൽ ശക്തിയാണ്. നമ്മളൊരു സിനിമ കാണുന്നു എങ്കിൽ അത് നമ്മുടെ കഥയാണെങ്കിൽ ആ കഥ ഒരു ട്രാജഡിയിലാണോ തീരേണ്ടത്? അല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം ആ കഥയുടെ അവസാനം, അതായത് നമ്മുടെ ജീവിതം. അങ്ങനെയാണെങ്കിൽ എത്ര രസമായിരിക്കും. ഇതാണ് ജീവിതത്തിൻ്റെ ബ്യൂട്ടി. എൻ്റെ പ്രിയപ്പെട്ട ജോർജ് സാർ ഞങ്ങൾ സ്റ്റുഡൻസിന് നൽകിയ ചില ഇമ്പോർട്ടൻ്റ് വാക്കുകളിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളെല്ലാവരും ആടുജീവിതം എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കഥ വായിച്ചിട്ടുണ്ടാവും. അതിൽ ആ കഥയിലെ നായകൻ നജീബ്, എൻ്റെ ജീവിതം ഈ ആടുകളുടെ കൂടെ മരുഭൂമിയിൽ തീരേണ്ടതല്ല, എനിക്ക് എൻ്റെ വീട്ടുകാരെയും നാടും വേണം എന്ന ഒറ്റ ഒരു തീരുമാനം അദ്ദേഹം എടുത്ത് മുന്നോട്ട് നീങ്ങി, വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ അദ്ദേഹം ഏറ്റെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള വിഷമത്തിന്, സങ്കടത്തിന് കാരണം ഇന്ന ആളാണ് എന്ന്, അല്ലെങ്കിൽ നാടാണ്, അല്ലെങ്കിൽ എൻ്റെ പഠനമാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിത രീതിയാണ്, എൻ്റെ ചുറ്റുപാടാണ്, അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് ബ്ലെയിം ചെയ്യാം, പഴി പറയാം. ശരിക്കും പറഞ്ഞാൽ പഴി പറയുമ്പോൾ, ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്, നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എപ്പോൾ മുതൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. സന്തോഷമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ, നന്നായി പഠിച്ചില്ലെങ്കിൽ, പണമില്ലെങ്കിൽ, ജോലി കിട്ടിയില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കുകയാവാം. അതിൽ അച്ഛനമ്മമാരുണ്ടാവാം, ടീച്ചർമാരുണ്ടാവാം, ഭർത്താവുണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാകാം, അല്ലെങ്കിൽ മക്കളുണ്ടാവാം. നമുക്ക് ഒരു മോശം അവസ്ഥ, സങ്കടം ഇതുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത്. രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ, ഈ ബ്ലെയിം ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്നും നമ്മൾ മാറണം. നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽ നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് നമ്മൾ ഏറ്റെടുക്കണം. ആരെയും ബ്ലെയിം ചെയ്യേണ്ട. ഇതിനായി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ്. ഒന്ന് കണ്ണടച്ച് ആലോചിക്കുക, നമ്മൾ എവിടെയാണ് ഉള്ളത്, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? പഠനമാണോ, അല്ലെങ്കിൽ ജോലിയാണോ, സാമ്പത്തിക കാര്യങ്ങളാണോ, റിലേഷൻഷിപ്പ് പ്രതിസന്ധിയിലാണോ, പണമാണോ, സമാധാനക്കുറവുണ്ടോ, ഹാപ്പിനെസ്സിൻ്റെ കുറവുണ്ടോ, എന്തുമാകട്ടെ ഒന്ന് പോസ് ചെയ്യാം. കണ്ണടച്ച് ഡീപ്പ് ബ്രീത്ത് എടുക്കാം, സൈലൻസ് ഫീൽ ചെയ്യാം. നമ്മുടെ പ്രശ്നം എന്താണോ അതിനുള്ള സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കാം. എൻ്റെ ഇപ്പോഴത്തെ ഗുണകരമല്ലാത്ത അവസ്ഥയെപ്പറ്റി, അതിൻ്റെ നെഗറ്റീവല്ല ഇവിടെ ഞാൻ പറയുന്നത്, അതിൻ്റെ നെഗറ്റീവല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ടാവും. അതിൽ നിന്നും ഓവർകം ചെയ്യാൻ എന്താണൊരു മാർഗം? കണ്ണടച്ച് ചിന്തിക്കുക. ഉറപ്പായും സാധ്യതകൾ, സൊല്യൂഷൻസ് തെളിഞ്ഞു വരും. അതിൽ നിന്നും ബെസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് നിർത്തിയാൽ പോരാ, ആക്ഷൻസ് എടുക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് പോസ്. ഏതൊരു പ്രശ്നം വന്നാലും ഈ പോസ് മാജിക്ക് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.